ക്വസ്റ്റ്യൻ, നമുക്ക് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി സെന്റർ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. പക്ഷെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ ഉറക്കെ പറയത്തുള്ളൂ യെസ് ഇതിന്റെ ആവശ്യമുണ്ട്. കാരണം എപ്പോഴും നമ്മളുടെ ബോഡി, എസ്പെഷ്യലി ലേഡീസിന്റെ ബോഡി ഒരു ഭയങ്കര പ്രൈവറ്റ് കാര്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. നോ വൺ ടോക്സ് അബൌട്ട് എനിത്തിങ് ദാറ്റ് അഫക്ട്സ് യു. ഒരു ഹിന്ദിയിൽ ഒരു ചെറിയൊരു ദോഹെ പറയുന്നു, ഹേ സ്ത്രീ തെരി യഹി കഹാനി, ഫ്ലോറിഡ മേ ഹോ യാ ഇന്ത്യ മേ ഹോ, മെനോപോസ് ഹി തെരി കഹാനി. നമ്മൾ ആഫ്രിക്കയിലാണെങ്കിലോ ഇന്ത്യയിലാണെങ്കിലോ USA എവിടെയാണെങ്കിലോ സ്ത്രീകൾക്ക് മെനോപോസ് ഇസ് ദ സെയിം. മെനോപോസ് മാത്രമല്ല, ഏത് പ്രോബ്ലംസ് ഇസ് ദ സെയിം, ഒരു വ്യത്യാസവും ഇല്ല. ഏത് സ്ഥലത്താണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും. ഇന്നത്തെ അതിശയം തോന്നുന്നൊരു കാര്യം, നമ്മുടെ ബഡ്ജറ്റ്സിലൊക്കെ, ഞാൻ ജെൻഡർ ബഡ്ജറ്റിനെ കുറിച്ചൊരു PhD റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെൻഡർ ബഡ്ജറ്റ്സിലൊക്കെ കൂടുതൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീടുകൾ പണിയുന്നു, എഡ്യൂക്കേഷൻ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, അങ്ങനത്തെ ഒക്കെ കുറെ പ്രോജക്ട്സ് ആയിട്ട് വരുന്നു. എല്ലാം ഉണ്ട്. മെറ്റേണൽ കപ്സ്, ഇപ്പം മെൻസ്ട്രൽ കപ്സ് ആൻഡ് ഹൈജീനിന് വേണ്ടിയിട്ടുള്ള അവയർനെസ്സും ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഒത്തിരി അമൗണ്ട്സ് അലൊക്കേഷൻ ചെയ്യുന്നുണ്ട് ഫോർ ഇങ്ങനത്തെ ലേഡീസിന് വേണ്ടിയിട്ട്. ജെൻഡർ ബഡ്ജറ്റിംഗിന്റെ ഭാഗമായിട്ട് 1% ബഡ്ജറ്റിൽ മാറ്റി വെക്കുന്നുണ്ട്. പക്ഷേ the true problems of women, the real deep problems of women, ഈ പ്രോബ്ലംസ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരടുത്ത് ബോധ്യപ്പെടുത്തുന്നുണ്ടോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ചെയ്യുന്നുണ്ടോ? ഇല്ല. പലപ്പോഴും നമ്മൾ നാണം കൊണ്ട് മിണ്ടാതിരിക്കും. ഈ ഒരു എനിക്ക് ക്യാൻസർ വന്നപ്പോഴത്തേക്കും ഞാൻ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തു. എൻ്റെ അടുത്ത് എത്ര പേര് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുമുണ്ട്. കുറെ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നാലും മോളെ എന്നാത്തിന് ഇത് ഉറക്കിയൊക്കെ വിളിച്ച് പറഞ്ഞു പോകുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് എയ്ഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണെങ്കിലും ഞാൻ ഉറക്കെ വിളിച്ച് പറഞ്ഞതിന് എന്താണ്, ഒരു ക്യാൻസർ വന്നു എന്ന് പറഞ്ഞു. മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായെങ്കിൽ അത്രയും നല്ലതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും പറയുവാണെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്തുണ്ടാവും. ഏർലി ഡിറ്റക്ഷൻ, മാമോഗ്രാം ചെയ്ത് ഏർലി ഡിറ്റക്ഷൻ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതും ഞാൻ ഒരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നതും. ഇത് ഫുൾ ജീവനോടുകൂടി, ഫുൾ ലൈഫോടുകൂടി. സോ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടത്തില്ല. നമുക്ക് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, മെറ്റബോളിക് ചേഞ്ചസ്, ഇതൊക്കെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാകുന്നു. ഞാൻ പല ലേഡീസിനെ മീറ്റ് ചെയ്യാറുണ്ട്. ബിഫോർ ക്യാൻസർ, പോസ്റ്റ് ക്യാൻസർ, പ്രീ ക്യാൻസർ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഥയാ. ഒരാൾ പറയുന്നത്, എന്റെ പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞു, പീരിയഡ്സ് നിന്നുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ക്രാംസ് ഒന്നുമില്ല, വയറുവേദന എല്ലാം നിന്നു, എല്ലാം വെരി നൈസ്. പക്ഷെ അത് കഴിഞ്ഞാണ് ഞാനൊരു ഫൂലൻ ദേവിയായി മാറിയത്. അതൊരാളുടെ കഥ. വേറൊരാൾ പറയുന്നത്, ഹോട്ട് ഫ്ലഷസ്, ഭയങ്കര ചൂട് തോന്നുന്നു എനിക്ക്. മെനോപോസ്, ബിഫോർ മെനോപോസിൽ ഉണ്ടാകുന്നത്, ഫീലിംഗ് വെരി വീക്ക്, ഉറക്കം കിട്ടുന്നില്ല, യൂറിനറി ബ്ലാഡർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ആയിട്ട് വേറൊരു സ്ത്രീയുടെ കഥ. വേറെ കുറെ പേര് പറയുന്നത്, അഗൈൻ ഫ്രീക്വന്റ് യൂറിനേറ്റിംഗ്. ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരാൾ പറയാം, രാത്രി മുഴുവൻ ഞാൻ പേടിച്ചിട്ടാണ് ബാത്റൂമിൽ പോകുന്നത്. കാരണം ഒരു കതക് തുറക്കുമ്പോൾ എല്ലാവരും കേൾക്കും കതക് തുറക്കുന്നത്. എത്ര പ്രാവശ്യം ഞാൻ ബാത്റൂമിൽ പോകുന്നതെന്നറിയാവോ യൂറിനേറ്റ് ചെയ്യാനായിട്ട്. അത് എനിക്ക് ഭയങ്കര എംബാരസിംഗ് ആണ്. പക്ഷെ എന്താ ചെയ്യാ, ഇത് വെച്ച് ജീവിക്കേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. പക്ഷെ ഈ ഒരു പ്രോജക്റ്റ്, ലണ്ടൻ കോസ്മെറ്റിക് ഗൈനക്കോളജി സെന്ററിന്റെ പ്രോജക്റ്റ്, ഇതിനൊക്കെ ഒരു വെല്ലുവിളിയാണ്. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്, അത് സർജിക്കൽ അല്ലാത്ത രീതിയിൽ. ഐ വാസ് വെരി ഇംപ്രസ്ഡ്. ഞാൻ മാമിന്റെ, ഡോക്ടർ പ്രീതിയുടെ റൂമിൽ പോയി, സർജിക്കൽ അല്ലാത്ത രീതിയിലുള്ള എന്തൊക്കെ ടൈപ്പ് ഓഫ് ജെറ്റ് പ്ലാസ്മ, മാഗ്നറ്റിക് ചെയർ, ഇങ്ങനത്തെ ഒക്കെ ഓരോ രീതികളിൽ കൂടെ നമുക്ക് നമ്മളുടെ ബോഡീനെ കറക്റ്റ് ചെയ്യാം. വി ഡോണ്ട് നീഡ് എനി സർജറി. നമുക്കറിയാമല്ലോ അതിനോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. എനിവേ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഐ ആം വെരി ഹാപ്പി, പ്രൗഡ് ആൻഡ് പ്രിവിലേജ്ഡ് എനിക്ക് ലണ്ടൻ കോസ്മെറ്റിക് ഗൈനോളജി സെന്റർ ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചതിലും. ആൻഡ് താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ. All the very best as you serve with quality and compassion. Thank you so much.